وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. പലപ്പോഴും പലരും ആലോചിക്കുന്ന ഒന്നുണ്ട്, എത്ര വേഗമാണ് റമളാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുന്നത് എന്ന്. റമളാൻ തുടങ്ങിയതും ഇപ്പോഴിതാ അവസാനിക്കാൻ പോകുന്നതുമൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെയുള്ള ഒരു തോന്നൽ പലരുടെയും മനസ്സുകളിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യതഖാറബ അസ്സമാൻ. കാലമിങ്ങനെ അതിവേഗം സഞ്ചരിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ കാലം പെട്ടെന്ന് മാറുന്നതുവരെയും അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ചു. ഫതകൂനു സനതു കശ്ശഹർ. ഒരു വർഷമൊക്കെ ഒരു മാസം കണക്ക് നമുക്കിങ്ങനെ തോന്നും. വശ്ശഹ്റു കൽ ജുമുഅ. ഒരു മാസം ഒരാഴ്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. വതകൂനുൽ ജുമുഅതു കൽ യൗം. ഒരാഴ്ച ഒരു ദിവസം മാറുന്നത് പോലെ അത്രയേറെ എളുപ്പത്തിൽ. വയകൂനുൽ യൗമു കസ്സാഅ. ഒരു മണിക്കൂർ കണക്കെ ഒരു ദിവസം നീങ്ങിപ്പോകുന്നത് പോലെയും. വതകൂനു സ്സാഅതു കദ്വർമത്തിൻ ബിന്നാർ. ഒരു തീപ്പൊരി പാറുന്നത് പോലെ, ഒരു സ്പാർക്ക്
എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ ഒരു മണിക്കൂറുകളൊക്കെ കഴിഞ്ഞു പോകും വിധത്തിൽ ഈ കാലത്തിൻ്റെ യാത്രാവേഗം കൂടുന്നതുവരെയും അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ ചെയ്യണം എന്ന പ്രതീക്ഷയോടും ആഗ്രഹത്തോടും ഇനിയും സമയം ലഭിച്ചാൽ അതിലേറെ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന നന്മയുടെ മനസ്സുകളും കൂടി ആയതുകൊണ്ടാണ് ഈ റമദാൻ ഇങ്ങനെ വേഗത്തിൽ കഴിഞ്ഞു പോയല്ലോ എന്ന ഒരു ആശങ്ക നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുന്നത്. എന്നാൽ ഈ സമയം സത്യവിശ്വാസികളായ ആളുകൾ ആലോചിക്കേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അവയെക്കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമതായി നാം ആലോചിക്കേണ്ടുന്നത് ഈ റമദാൻ കൊണ്ട് എനിക്ക് എന്താണ് നേടിയെടുക്കാൻ സാധിച്ചത് എന്നാണ്. എന്തായിരുന്നു ഞാൻ നേടേണ്ടിയിരുന്നത് എന്നും ഒപ്പം എനിക്ക് എന്താണ് നേടിയെടുക്കാൻ സാധിച്ചത് എന്നുമുള്ള ഒരു ആലോചന ഈ സമയത്ത് നന്നാവും. അങ്ങനെ ഒരു ആലോചനക്ക് നാം നമ്മുടെ മനസ്സിനെയും കഴിഞ്ഞ റമദാനിൻ്റെ ദിനരാത്രങ്ങളെയും വിധേയമാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ നന്മയിലേക്ക് ഒരുപാട് ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ നന്മയുടെ ശേഖരം വിശാലമാക്കാൻ എനിക്ക് ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത്രയേറെ പുണ്യം നിറഞ്ഞ ഈ ദിനരാത്രങ്ങളിൽ ആവശ്യപ്പെടുന്ന അത്ര ഇഖ്ലാസോടുകൂടിയും ഈമാനോടുകൂടിയും തഖ്വയോടുകൂടിയുമാണ് ഞാൻ ജീവിച്ചതും പ്രതിഫലേച്ഛയോടുകൂടിയാണ് ഞാൻ കർമ്മങ്ങളെ സമീപിച്ചതും. അത്രയേറെ പുണ്യം നൽകുന്നതായിരുന്നു ഈ റമദാനിലെ ഓരോ കർമ്മങ്ങളും. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു ദിവസത്തെ നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫൻ, 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് വിദൂരത്തേക്ക് നമ്മുടെ മുഖത്തെ എത്തിക്കുവാൻ ഒരു ദിവസത്തെ നോമ്പുകൊണ്ട്. അങ്ങനെ ഇതുവരെയും കഴിഞ്ഞ നോമ്പുകൾ കൂട്ടി നോക്കുമ്പോൾ അത്രയധികം വിദൂരത്തിലേക്ക് നമ്മുടെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ പാരായണത്തിനാകട്ടെ ഒരു ഹർഫിന് 10 പ്രതിഫലം എന്ന നിലക്ക് അതും നേടിയെടുക്കാൻ ഏറെക്കുറെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. നന്മകൾക്ക് 10 മുതൽ 700 വരെ പ്രതിഫലം, ഇരട്ടി പ്രതിഫലം നൽകും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോരം നന്മകളാണ് ഈ റമദാനിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെയൊക്കെ 10ഓ 700ഓ ഇരട്ടി പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ കൂടി ലഭിച്ച ആളുകളാണ് എങ്കിൽ 1000 മാസത്തേക്കാൾ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ പ്രതിഫലം അതും നമ്മുടെ നന്മയുടെ ശേഖരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ റമദാനിൽ നമ്മളാൽ കഴിയും വിധത്തിലുള്ള സ്വതക്കകൾ നൽകാൻ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സ്വതക്കകൾ അത്രയും റബ്ബ് സ്വീകരിക്കുകയും അത് അള്ളാഹു നമുക്ക് വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും വിധത്തിൽ അതും നന്മയുടെ ഒരു ശേഖരമായി ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ശേഖരിച്ച് അതിൻ്റെ നന്മകൾ ശേഖരിച്ച് ഒരു നിധി കുംഭം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. വാസ്തവമാണ്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഇവിടെ പ്രസക്തമാകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഈ നന്മകളെ, ഇതെല്ലാം നമുക്കുള്ളത് തന്നെയാണ്. ഒരാളും ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടല്ല ഈ പള്ളിയിൽ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടേത് ആയിട്ടുള്ള ഈ ശേഖരത്തെ എവിടെയാണ്, എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കാൻ നമ്മൾ കരുതിയിരിക്കുന്നത്? ഈ നിധികുംഭം എവിടെ സൂക്ഷിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? കാരണം നാളെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി
പരലോകത്ത് എത്തുമ്പോഴേക്ക് ഇതെല്ലാം നാളെ അവിടെ ഉപകാരപ്പെടണം, പ്രയോജനപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ നന്മകളൊക്കെ ചെയ്തത്. എന്നാൽ മരണം നമ്മെ പുൽകുന്ന കാലമത്രയും ഈ നന്മകളെ എവിടെ സൂക്ഷിച്ചു വെക്കാനാണ്, കരുതി വെക്കാനാണ്, എങ്ങനെ സംരക്ഷിക്കാനാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 109-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം കാണാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാനിൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. ഇതിൽ രണ്ട് സ്ഥലങ്ങളെക്കുറിച്ച്, രണ്ട് സമീപനങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇതിലെവിടെയാണ്, ഏത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നിടത്താണ് നമുക്ക് നാളെ ഇതെല്ലാം ഉപകാരപ്പെടുമോ എന്ന് ഉറപ്പിക്കാനും തീർച്ചപ്പെടുത്താനും നമുക്ക് കഴിയാം. നിങ്ങൾ നിങ്ങളുടെ നന്മകളുടെ സാമ്രാജ്യം പണിയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുഴയുടെ തീരത്താണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ. എപ്പോൾ വേണമെങ്കിലും തിട്ടയിടിഞ്ഞ് മണ്ണിടിഞ്ഞ് ആ പുഴയിലുണ്ടായേക്കാവുന്ന വേലിയേറ്റവും വേലിയിറക്കവും കടന്നു വന്ന് തിട്ടയിടിഞ്ഞ് ആ സാമ്രാജ്യം നിലംപരിശാവുകയും പിന്നീട് കാലക്രമേണ ഒരു അടയാളം പോലും ബാക്കിയില്ലാത്ത വിധം ആ സമുച്ചയം, ഒന്നുമില്ലാത്ത ഭൂമിയുടെ മുകളിൽ ഒരടയാളം പോലും ബാക്കിയില്ലാത്ത വിധം ആകാൻ സാധ്യതയുള്ള ഒരു നദിക്കരയിലാണോ, ഒരു കടലിൻ്റെ തീരത്താണോ, ഒരു പുഴയുടെ തീരത്താണോ, അത്രയൊന്നും ബലമില്ലാത്ത ഒരു മണ്ണിലാണോ, നീരോട്ടം കൂടിയ ഒരു മണ്ണിൻ്റെ തീരത്താണോ നിങ്ങൾ നിങ്ങളുടെ കെട്ടിടത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. ഈ ചോദ്യം റമദാനിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ കർമ്മങ്ങളിലേക്ക്, നമ്മുടെ കർമ്മങ്ങളാകുന്ന ഈ ശേഖരത്തെ, ഈ സാമ്രാജ്യത്തെ തകർത്ത് കളയാൻ പാകത്തിന്, ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയാൻ പാകത്തിനാണോ നമ്മൾ ഇത് കരുതി വെക്കാൻ ഉദ്ദേശിക്കുന്നത്? കാരണം റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ വാക്കുകൾ മാറുന്നുണ്ട് എങ്കിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, നമ്മുടെ നോട്ടത്തിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഇടപാടുകളിൽ ഇക്കാലമത്രയും ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നാം സൂക്ഷിച്ചു പോന്നിരുന്ന ആ സൂക്ഷ്മതയും ഒക്കെ ഇല്ലാതെയായി ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയും വൈകാരികമായ വികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ആ വേലിയേറ്റം ഒരുപക്ഷെ കടപുഴക്കുന്നത് നമ്മൾ നന്മകൾ കൊണ്ട് തീർത്തുവെച്ച നന്മയുടെ നമ്മുടെ സാമ്രാജ്യത്തെ ആയിരിക്കും എന്നാണ്. അങ്ങനെ നാളെ പരലോകത്ത് ചെല്ലുമ്പോഴേക്ക് ഉണ്ടായിരുന്നു എന്ന്, ശേഖരിച്ചു വച്ചിരുന്നു എന്ന്, നാളെ ഉപകാരപ്പെടും എന്ന് നമ്മൾ കരുതിയിരുന്നത് എല്ലാം അടയാളം പോലും ബാക്കിയില്ലാതെ നാമാവശേഷമാക്കി ആയിപ്പോകുന്ന ഒരു അവസ്ഥയാണോ നമുക്ക് ഉണ്ടാകാനിരിക്കുന്നത് എങ്കിൽ അവരെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഫ്ലിസ് എന്ന് പരിചയപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് സ്വഹാബിമാരോട്, അതദറൂന മനിൽ മുഫ്ലിസ്, സ്വഹാബിമാരെ നിങ്ങൾക്കറിയോ ആരാണ് പാപ്പരെന്ന്? സ്വഹാബിമാർ പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദീനാറോ ദിർഹമോ കയ്യിലില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളമാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നയാ പൈസ കയ്യിലില്ലാത്തവനാണ് മുഫ്ലിസ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്നാൽ എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറയുന്നത് നയാ പൈസ കയ്യിലില്ലാത്തവനല്ല, അവൻ കോടീശ്വരനാണ്, അവൻ ഖനിയാണ്. നന്മകൾ കൊണ്ട്, നന്മകളുടെ സമ്പാദ്യം കൊണ്ട് ധനികനായി പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ സമുദായത്തിലെ മുഫ്ലിസ്. പക്ഷേ അവൻ്റെ നന്മകൾക്ക് അവകാശവാദവുമായി കുറേയേറെ ആളുകൾ അവൻ്റെ ചുറ്റിനുമുണ്ടാകും. അവർ റബ്ബിനോട് പറയും, അല്ലാഹുവേ, ഞങ്ങളുടെ അവകാശത്തെ ഹനിച്ചവനാണിവൻ, ഇവൻ എന്നെ ചീത്ത പറയുകയും ഇപ്പോൾ ഈ റമദാനിൽ
ആരെങ്കിലും നമ്മളോട് കയർത്ത് സംസാരിക്കുകയാണ് എങ്കിൽ അവനോട് നമ്മൾ പറയും, ഞാൻ നോമ്പുകാരനാണ് എന്ന ബോധ്യവും നോമ്പുകാരനായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വർത്തമാനത്തിൽ, എൻ്റെ ഇടപെടലിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെയെല്ലാം നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ ഇങ്ങനെ ശേഖരിച്ചു വെക്കുകയും സംരക്ഷിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ റമദാൻ അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് നമ്മുടെ പെരുമാറ്റത്തിലും വർത്തമാനത്തിലും ഇടപാടുകളിലും ഇടപെടലുകളിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റവും ഇല്ലാതായി പോകുന്ന സൂക്ഷ്മത, അത് നമ്മുടെ നന്മകളെ തകർത്തു കളയും എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ നമ്മൾ അതോടൊപ്പം ആലോചിക്കേണ്ടുന്നത്, നമ്മൾ ഈ ശേഖരിച്ചു വെച്ചതെല്ലാം നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്കും നമ്മൾ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്കും കടന്ന് ആക്രമിച്ച് എടുത്തുകൊണ്ടുപോകാൻ വേണ്ടിയാണോ എന്ന ഒരു ചിന്ത കൂടി നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങളെ സംരക്ഷിക്കേണ്ടുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വ മിനല്ലാഹ്, ഒരുത്തൻ അവൻ്റെ നന്മകളുടെ സാമ്രാജ്യം ഉയർത്തുന്നത് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയുടെ മേലെയാണ് എങ്കിൽ, വരിളുവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മേലെയാണ് അവൻ്റെ സാമ്രാജ്യം പടുത്തുയർക്കുന്നത് എങ്കിൽ, അവൻ്റെ നിധികുംഭം കൊണ്ടുപോയി സംരക്ഷിക്കുന്നത് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയുടെ മേലാണ് എങ്കിൽ, അവിടെ അതിനെ കടന്നാക്രമിച്ച് അതിനെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ നന്മകൾ ഒന്നും തന്നെ ഒരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റമദാനിൽ നന്മകൾ ചെയ്ത് ഇരട്ടിയായി നമുക്ക് കിട്ടിയ പ്രതിഫലം അത്രയും ബോണസാണ്. റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടുന്നത് അതല്ല. റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഈ നന്മകളെല്ലാം നമുക്ക് കിട്ടുന്ന ബോണസാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ഈജിപ്ഷ്യൻ കവി ഹാഫിൽ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇങ്ങനെ പാടുന്നതായി കാണാൻ കഴിയും, വബ്നു ഹവാലി ഹൗലികും മിൻ യഖ്ലത്തിൻ സുവറൻ വഖുത്തു മിൻ ഹദാരിൻ ഖന്ദക, നിങ്ങൾ നിങ്ങളുടെ ശേഖരത്തിന് ചുറ്റും. അവിടെ അദ്ദേഹം ആ കവിതയിൽ അഭിസംബോധന ചെയ്യുന്നത് അറിവിനെ സംബന്ധിച്ചിടത്തോളമാണ്. എന്നാൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്നത് നമ്മുടെ കർമ്മങ്ങളിലേക്കാണ്, നമ്മുടെ നന്മകളുടെ ശേഖരത്തിലേക്കാണ്. ഹൗല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ വെള്ളം സംഭരിച്ചു വെക്കുന്ന സ്ഥലത്തിനാണ് ഹൗല് എന്ന് പറയാം. ഇതുപോലെ നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ നന്മകളുടെ ഹൗലിന് ചുറ്റും നമ്മളൊരു സുരക്ഷിതത്വത്തിൻ്റെ സുവർ, ഒരു മതിൽ പടുത്തുയർത്തണം. വഹുത്തു മിൻ ഹദാരിൻ ഖന്ദക, ജാഗ്രതയുടെ ഒരു കിടങ്ങ് കുഴിക്കുകയും വേണം. അവിടേക്ക് ആർക്കും ചാടിക്കടന്നു വന്ന് ഇത് ലൂട്ട് ചെയ്തു കൊണ്ടുപോകാൻ കഴിയാത്ത വിധം സുരക്ഷിതമായ ഒരു ഇടത്ത് വേണം നിങ്ങളുടെ നന്മകൾ സൂക്ഷിച്ചു വെക്കാൻ എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ നന്മകളെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്ന ജാഗ്രതയും സൂക്ഷ്മതയും നേടിയെടുക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നോമ്പിനെ പരിചയപ്പെടുത്തി എടുത്ത് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കിയത് നന്മകൾ നേടുക എന്നുള്ളത് ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞില്ലല്ലോ. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസിയായിരിക്കെ നന്മകൾ ചെയ്യും. എന്നാൽ ആ നന്മകൾ കാത്തു സൂക്ഷിക്കാനും മറ്റാരും കവർന്നു പോകാത്ത വിധം മരണത്തിന് ശേഷവും അത് പരലോകത്ത് ഉപയോഗപ്പെടുത്തും വിധം അതിനെ സംരക്ഷിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ആ സംരക്ഷണ കവചത്തിന് മരണം വരെയും ഈ നന്മയുമായി നിങ്ങൾക്ക് സഞ്ചാരം സാധ്യമാകുന്ന നിങ്ങളുടെ യാത്രയുടെ ഇന്ധനത്തിന് പറയുന്ന പേരാണ് തഖ്വ എന്ന് പറയുന്നത്. അതാണ് റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത്. അത് നേടിയെടുത്തോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടുന്നത്. അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നോമ്പ് മാത്രമല്ല, നമസ്കാരത്തിൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ്. എല്ലാ ആരാധനാകർമ്മങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമസ്കാരം ഒറ്റക്ക് നിർവഹിക്കുന്നവനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്തായി നമസ്കരിക്കുന്ന ആൾക്കുണ്ട്. ഒറ്റക്ക് നിർവഹിക്കുന്ന ആൾക്കും പ്രതിഫലമുണ്ട്. അതിൻ്റെ 27 ഇരട്ടി പ്രതിഫലം
ജമാഅത്തിൽ നമസ്കരിക്കുന്ന ആളുകൾക്കുമുണ്ട്. ഇവിടെ രണ്ടാളുകൾക്കും നമസ്കാരം കൊണ്ട് ലഭിക്കേണ്ട ഗുണം എന്താണ്? അത് തഖ്വയാണ്. ഒരു പ്രതിഫലം ലഭിച്ചവനും 27 ഇരട്ടി പ്രതിഫലം ലഭിച്ചവനും ആ നന്മകളെ കാത്തുരക്ഷിക്കാനും തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വരാതെ ഇതൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ അതിനെയെല്ലാം സൂക്ഷിച്ചു നിർത്താനും കഴിയുന്ന ഒന്നായി നമ്മുടെ ആ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഗുണം, അള്ളാഹുവിലുള്ള സൂക്ഷ്മത, തഖ്വ, അതാണ് നാം നേടിയെടുക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തസവ്വദു, നിങ്ങളൊരു യാത്രയിലാണല്ലോ, മരണത്തിലേക്കുള്ള ഒരു യാത്രയിൽ, അവിടെ നിന്ന് പരലോകത്തേക്ക്, അവിടെ നിന്ന് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ യാത്രയിൽ തസവ്വദു, നിങ്ങൾ അതിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചുകൊള്ളുക. ഇന്ന ഖൈറസ്സാദി തഖ്വ, എന്നാൽ നിങ്ങൾ കരുതുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിഭവം എന്ന് പറയുന്നത് തഖ്വയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അതുകൊണ്ട് മാത്രമാണ്, ആ തഖ്വയോടുകൂടിയുള്ള ജീവിതം കൊണ്ട് മാത്രമാണ് നേടിയെടുത്ത നന്മകളെ നാളെ പടച്ച റബ്ബിൻ്റെ അടുക്കൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, റമളാൻ കഴിയുമ്പോഴേക്ക് റമളാൻ കൊണ്ട് നമ്മൾ നേടിയെടുത്തത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയത്, ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് സാധ്യമാണ് എന്നാണ്. കൃത്യമായി നമസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, സുന്നത്ത് നമസ്കാരങ്ങളോട് വലിയ താല്പര്യവും ഇഷ്ടവും അതിനു വേണ്ടി സമയം മാറ്റിവെക്കാനുമുള്ള മനസ്സ്, അതോടൊപ്പം തന്നെ ഈ ദീനിനെ പഠിക്കാൻ, കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കാനും മനസ്സിലാക്കുവാനുമൊക്കെ സമയം മാറ്റിവെക്കുന്ന, ഇങ്ങനെയുള്ള ഒരു ജീവിതം എനിക്ക് സാധ്യമാണ്, അത് ബോധ്യപ്പെട്ടതിന് ശേഷവും അത് പരിശീലിച്ചതിന് ശേഷവും റമളാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി മാറുകയും നമ്മുടെ വർത്തമാനത്തിൻ്റെ കോലം മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ കരുതി വെച്ചതെല്ലാം നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ നന്മയുടെ സാമ്രാജ്യം പടുത്തുയർത്തിയത് ഉറപ്പായും ഒരു ഒഴുകുന്ന പുഴക്കരയിലാണ്. അവിടെ ഉണ്ടാകുന്ന വേലിയേറ്റം ഉറപ്പായും നമ്മുടെ ഈ സാമ്രാജ്യം തകർത്തു കളയും. ഒരടയാളം പോലും ബാക്കിയില്ലാത്ത വിധം ഇതിനെ തകർത്തു കളയും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നന്മയെ കാത്തു സംരക്ഷിക്കേണ്ടുന്നത് അള്ളാഹുവിലുള്ള തഖ്വയിന്മേലാണ് എന്ന് ബോധ്യപ്പെടുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ഒന്നും ചെയ്യണ്ട. തഖ്വ അന്വേഷിച്ച് എവിടെയും പോകണ്ട, എവിടെയാ കിട്ടുക എന്ന് ചോദിക്കുകയും വേണ്ട. ഇപ്പം നമ്മൾ പുലർത്തുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് സാധ്യമായ ഈ ജീവിതമുണ്ടല്ലോ, നന്മയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ജീവിതം, ഇത് തന്നെ മുന്നോട്ടും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്താൽ മാത്രം മതി. അതല്ല എങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഈ റമളാനിൽ നേടിയെടുത്തത് മുഴുവൻ അടുത്ത റമളാനാകുമ്പോഴേക്ക് വീണ്ടും നമ്മുടെ ബാലൻസ് 0 ആയിട്ടുണ്ടാകും എന്നാണ്. നമ്മുടെ തഖ്വക്ക് ചിലപ്പോൾ കാലം ചെല്ലും തോറും ചില മാറ്റങ്ങൾ ഉണ്ടായാലും അമലുകൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. തഖ്വ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അതിനാണല്ലോ ഓരോ നമസ്കാരങ്ങളും. ളുഹർ കഴിഞ്ഞ് ലഭിക്കുന്നത് തഖ്വയാണ്. 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നമസ്കാരം കൊണ്ട് ലഭിക്കുന്ന തഖ്വക്കൊക്കെ ഒരു പരിധി ഉണ്ടാവും. അതൊരു അസറാകുമ്പോഴേക്ക് തീരും. അസറിന് വീണ്ടും വരണം, വീണ്ടും ഇതിങ്ങനെ റീചാർജ് ചെയ്ത് പോവുകയാണ്. എന്നാൽ 30 ദിവസം കൊണ്ട് നമ്മൾ ചാർജ് ചെയ്ത് ഫുള്ളാക്കിയത് ഇനി അടുത്ത റമളാൻ ആകുമ്പോഴേക്ക് ഈ തഖ്വയ്ക്ക് കുറവ് സംഭവിക്കാൻ പാടുള്ളൂ, നന്മകൾ കുറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ കുറഞ്ഞു പോയാൽ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് അവസാനം മരിക്കുമ്പോഴേക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ട് റമളാൻ കൊണ്ട് തഖ്വ ആർജിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ആലോചനയും അത് റമളാനിൽ സാധ്യമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനവും നമ്മളിൽ നിന്ന് ഉണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് സൂചിപ്പിക്കുവാനുള്ളത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥനയെ 26-ാം അധ്യായം സൂറത്ത് ശുഅറായിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി നടത്തുന്ന പ്രാർത്ഥന, വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ വലാ തുഹ്സിനി. റബ്ബേ,
നീ എന്നെ അപമാനിക്കരുതേ, അള്ളാഹുവെ നീ എന്നെ അപമാനിക്കരുതേ. യൗമ യുബ്അസുൻ, ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിനത്തിൽ റബ്ബേ നീ എന്നെ അപമാനിക്കരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളും സമ്പത്തുമൊന്നും ഉപകാരം ചെയ്യാത്ത ആ ദിവസത്തിൽ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ്. മക്കൾ കുറേയുണ്ട്, സമ്പാദ്യം ഒരുപാടുണ്ട് എന്ന് വെച്ച് ആരെങ്കിലും അഹങ്കരിക്കുന്നുണ്ട് എങ്കിൽ ഇതൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട് എന്ന ഓർമ്മയിൽ ആ ദിവസത്തിൽ അള്ളാഹുവേ നീ എന്നെ അപമാനിക്കരുത് എന്ന പ്രാർത്ഥന നടത്തുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. വിശുദ്ധ ഖുർആൻ ആ ദിനത്തിൻ്റെ പ്രത്യേകതയായി മറ്റൊരിടത്ത് 69-ാം അധ്യായം സൂറത്തുൽ ഹഖയിൽ പറയുന്നത് യൗമ ഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? യൗമ ഇദിൻ, അന്നേ ദിവസം തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നിങ്ങളുടെ എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണത്. നിങ്ങളുടെ എല്ലാം, ഒന്നും മറച്ചു വെക്കാൻ ആർക്കും കഴിയാത്ത ദിനം, നിങ്ങളുടേത് എല്ലാം അള്ളാഹു മാലോകരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസത്തിൽ അള്ളാഹുവെ നീ എന്നെ അപമാനിക്കരുതേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ? 10 ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് നമ്മളാര് ആദരിക്കുകയും നമ്മളെ ആദരിക്കുകയും നമ്മളിഷ്ടപ്പെടുകയും നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു 10 ആൾ കൂടി നിൽക്കുന്നിടത്ത് വെച്ച് ഒരാൾ നമ്മുടെ കുറവുകൾ പറഞ്ഞിട്ട് നമ്മളെ അപമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പ്രയാസം? എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്നത്, ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം, ഇനിയൊരു തിരുത്തിന് സാധ്യമല്ലാത്ത ഒരു ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം തിന്മകളെയോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെയോ ഒക്കെ എല്ലാവരും കാണും വിധത്തിൽ പ്രദർശിപ്പിക്കുന്ന ദിവസം. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ സെർച്ച് ഹിസ്റ്ററി അത് ആളുകൾ കാണും വിധത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും? നമ്മുടെ പേഴ്സണൽ ചാറ്റുകൾ അത് അള്ളാഹു എല്ലാവരും കാണുക ഇങ്ങനെ പ്രദർശിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്ന ചിന്ത, അവിടെ നമുക്കുണ്ടാകാൻ പോകുന്ന അഭിമാനക്ഷതം എത്രമേൽ വലുതായിരിക്കും എന്ന ആലോചന നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് എവിടെയാണെന്നറിയോ? പടച്ചവനെ, ഇപ്പോഴും എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് പോലും ഞാൻ എന്താണ് എന്ന് പൂർണ്ണമായി അറിയില്ല റബ്ബേ. പക്ഷേ എന്നെ അറിയുന്ന, എൻ്റെ ഉള്ളകം അറിയുന്ന റബ്ബേ, നിനക്കറിയാം എൻ്റെ രഹസ്യ ജീവിതത്തിൽ അറിയാതെ പറ്റിയ പിഴവുകൾ എന്തൊക്കെയാണ് എന്ന്. അതുകൊണ്ട് നിന്നോട് ഞാൻ അതെല്ലാം ഏറ്റുപറയുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് ആ തിന്മകളെ നമ്മുടെ പുസ്തകത്തിൽ നിന്ന് മായ്പിച്ച് കളയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മായ്പിച്ച് കളയേണ്ടതുണ്ട്. അതിന് പറയുന്ന ആ സബ്മിഷൻ്റെ പേരാണ് തൗബ എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രതിഫലാർഹമായ, ഏറ്റവും പരിശുദ്ധമായ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടുന്നത്, നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഇത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന എന്തുണ്ടായാലും നമ്മൾ പ്രതിരോധിക്കുമല്ലോ. എന്നാൽ മാലോകരൊക്കെ കാണുക, ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും മക്കളും കുടുംബജനങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരും നോക്കി നിൽക്കെ, ഇവരാരും അറിയാതെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമെന്ന് പറയുന്നത് ഭയാനകമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കഴിയണം റമദാനിൽ അള്ളാഹുവിനോട് ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്താനും തൗബ ചെയ്യാനും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്, മൻ അദ്റക റമദാനൻ ഫലം യുഗ്ഫറ ലഹു ഫമത. ഇതിനേക്കാൾ നല്ല അവസരം ഇനി വേറെ ഏതാണുള്ളത്? ഒരു റമദാൻ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ട് ആ റമദാനിൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഇനി ഞാൻ ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടുകൂടി കരാറിൽ അള്ളാഹുവുമായി ഏർപ്പെടാൻ
നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഫമത, ഇനി എപ്പോഴാണ് ഇതിനേക്കാൾ നല്ല ഒരു അവസരം വന്നു കിട്ടും എന്ന് നിങ്ങൾ എപ്പോഴത്തേക്കാണ് ഇത് കരുതി വച്ചിരിക്കുന്നത്? എന്ന് നിങ്ങൾക്ക് സാധ്യമാകും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മരണത്തിൻ്റെ തൊട്ടു മുമ്പ് എന്നാണോ? എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മരണമെത്തുന്നതുവരെയും തിന്മകളിൽ ഇങ്ങനെ വിരാജിച്ചിട്ട് മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴേക്ക് അള്ളാഹുവേ ഞാൻ എല്ലാം നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവൻ്റെ തൗബ സ്വീകരിക്കുകയില്ല എന്നാണ്. ഒപ്പം മനസ്സിലാക്കേണ്ടുന്നത് തെറ്റാണ് എന്നറിഞ്ഞതിന് ശേഷം ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നവനും കരുതിയിരിക്കണം. വലൈസത്തി തൗബ എന്ന് വിശുദ്ധ ഖുർആൻ തൗബ ചില ആളുകൾക്കല്ല എന്ന് പറയുന്നിടത്ത് തെറ്റാണ് എന്നറിഞ്ഞതിന് ശേഷവും അതിങ്ങനെ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ കരുതിയിരിക്കണം. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഒരു തിരിച്ചു നടത്തം ആഗ്രഹിക്കുന്ന സമയത്ത് അവൻ്റെ കരം പിടിക്കുന്നത് റബ്ബാണ്. അവന് നന്മയിലേക്കുള്ള വഴി അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. മാത്രമല്ല ആ തീരുമാനമെടുത്തത് കൊണ്ട് അവൻ മുൻപ് ചെയ്തു പോയ തിന്മകളെ സകലവും നന്മയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും എന്നുള്ളതാണ്. ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും. സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗങ്ങളിൽ പരീക്ഷണങ്ങളുണ്ടാകും. പതറിപ്പോകാതെ, അതിൽ നിന്ന് പിന്നോട്ട് പോകാതെ, ആ തെറ്റിലേക്ക് വീണ്ടും ഒരു തിരിച്ചു നടത്തം ഉണ്ടാവാത്ത വിധം മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി നന്മയിൽ ജീവിതം സാധ്യമാകുന്ന ആളുകൾക്ക് അവരുടെ പരലോകമെന്ന് പറയുന്നത് ശോഭനമായിരിക്കും. അവർ സന്തോഷത്തിലായിരിക്കും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അങ്ങനെ സന്തോഷത്തോടു കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നന്മകൾ ചെയ്തു കൂട്ടിയതെല്ലാം ഒരണുപോലും നഷ്ടപ്പെടുത്താത്ത വിധം തഖ്വ കൊണ്ട് സുരക്ഷിതമായ വലയം തീർത്ത് മരണം വരെയും തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത്. ഇതിലൊന്ന് സക്കാത്തുൽ ഫിത്തറുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള സക്കാത്തുൽ ഫിത്തരി മിൻ റമളാൻ അലാ കുല്ലി നഫ്സിൻ. സക്കാത്തുൽ ഫിത്തർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകൾക്കും, എല്ലാ ആളുകളുടെ മേലെയും പ്രവാചകൻ നിർബന്ധമാക്കി. മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട. ഹുർറൻ, അവൻ സ്വതന്ത്രനാകട്ടെ, ഔ അബ്ദൻ, അതല്ല അടിമയാവട്ടെ, ഔ റജുലൻ ഔ ഇമ്രഅത്തൻ, ആണോ പെണ്ണോ, സ്വഗീറൻ ഔ കബീറൻ, ചെറിയവരോ വലിയവരോ ഒക്കെ ആയിക്കൊള്ളട്ടെ, അവരുടെ മേൽ സക്കാത്തുൽ ഫിത്തർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമാക്കി. അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് തുഹ്റത്തുൻ ലിസ്സായിം വ തുഅമത്തുൻ ലിൽ മസാക്കിൻ എന്നാണ്. നോമ്പ് നോറ്റ ആളുകൾക്ക് അവരുടെ നോമ്പിൽ വന്നു പോയേക്കാവുന്ന ചെറിയ സ്ഖലിതങ്ങൾക്ക് ശമനം എന്ന നിലക്കും പരിഹാരം എന്ന നിലക്കും റമളാൻ കഴിഞ്ഞ് ഈദുൽ ഫിത്തറിൻ്റെ സന്തോഷ ദിവസത്തിലും ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ പ്രയാസപ്പെടുന്ന മിസ്കീനുകൾക്ക് ഭക്ഷണം എന്ന നിലക്കുമാണ് ഫിത്ർ സക്കാത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം. അതിൻ്റെ ബാധ്യതയുള്ളത് കുടുംബനാഥൻ്റെ മേലെയാണ്. വീട്ടിലുള്ള ആളുകളുടെ എല്ലാം ഓഹരി കൃത്യമായി കണ്ടു കൊടുക്കണം. അതും നമസ്കാരത്തിന് മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി കൊടുക്കണം എന്നാണ്. അതിന് ശേഷമാണ് കൊടുക്കുന്നത് എങ്കിൽ അതിനെ സ്വതക്കകളിൽപ്പെട്ട ഏതെങ്കിലും സ്വതക്കയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
കൊടുക്കേണ്ടത് ഓരോ നാട്ടിലെയും ജനങ്ങൾ പൊതുവായി ഭക്ഷിക്കുന്ന ധാന്യം എന്താണോ അതാണ്. നമ്മുടെ നാട്ടിലേത് അരിയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഒരു ഏകദേശം 2.5 കിലോ വരും വിധത്തിലാണ് അതിൻ്റെ രൂപം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും കൊടുക്കണം. കഴിയും വേഗത്തിൽ അത് കൊടുക്കുകയും വേണം. നമ്മുടെ പള്ളിയിൽ അത് ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരാൾക്ക് 130 രൂപ എന്ന ക്രമത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അതും വേഗത്തിൽ കൊടുക്കണം. കാരണം ഇത്രയും ഒരുപാട് ആളുകൾ ഇത് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് പണം ശേഖരിച്ച് അതിന് ആവശ്യമായ ധാന്യം ശേഖരിച്ച് അത് അളന്ന് കൃത്യപ്പെടുത്തി ആവശ്യമുള്ള ആളുകൾക്ക് അർഹരുടെ കൈകളിലേക്ക് എത്തിക്കാനെടുക്കുന്ന സമയം അതുകൂടി കണക്കാക്കി എത്രയും വേഗത്തിൽ നമ്മുടെ ആ ബാധ്യതാ നിർവഹണം നടത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മറ്റൊന്ന്, പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറേ സുന്നത്തുകളുണ്ട്. പെരുന്നാൾ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലാണ് നിർവഹിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളും മുസല്ലയിലാണ് പെരുന്നാൾ നമസ്കരിക്കാറുള്ളത്. ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചു വേണം മുസല്ലയിലേക്ക് പെരുന്നാൾ ദിവസം വരാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പെരുന്നാൾ ദിനത്തിലും ജുമുഅയിലും ധരിക്കുന്നതിന് ഒരു വസ്ത്രം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി കരുതി വെച്ച മാറ്റിവെച്ച ഒന്ന്. നമ്മളപ്പോൾ പുതിയ വസ്ത്രം വാങ്ങിയവരുണ്ട് എങ്കിൽ ഇനി മുസല്ലയിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ ഇതിട്ട് പോവുക എന്ന് വിചാരിച്ച് അത് ധരിക്കാതെ പോകരുത്. ഏറ്റവും നല്ല ഏറ്റവും പുതിയ വസ്ത്രം ഏതാണോ ഉള്ളത് അത് ധരിക്കുകയും കുളിച്ച് ശുദ്ധമാവുകയും സുഗന്ധം പൂശുകയും ഈദുൽ ഫിത്തറിൽ ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്ക് പോകുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ പ്രദേശത്ത് ഈദ്ഗാഹ് സംവിധാനിച്ചിട്ടുള്ളത് മുഹമ്മദൻസ് ഹൈസ്കൂളിന് എതിർവശത്തുള്ള NGO ഓഫീസിന് സമീപം QT ഗ്രൗണ്ടിലാണ്. അതിൻ്റെ സമയവും മറ്റ് ക്രമീകരണങ്ങളുമെല്ലാം നമ്മുടെ പള്ളിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൃത്യസമയം പാലിച്ച് നേരത്തെ തന്നെ തക്ബീർ ധ്വനികളോടുകൂടി ആ പെരുന്നാൾ മുസല്ലയിലേക്ക് വരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മുടെ ആഘോഷങ്ങളെല്ലാം അള്ളാഹുവിനോടുള്ള ഒരു ആരാധനാ കർമ്മത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ആഘോഷങ്ങൾ പോലും ആരാധനയുമായി ബന്ധപ്പെടുത്തി അവനെ ഒരു ഭക്തിമാർഗത്തിലൂടെയുള്ള ഒരു ആഘോഷത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ആഘോഷം എന്ന് പറഞ്ഞാൽ ലഹരി ആണ് എന്ന ഒരു തലത്തിലേക്ക് സമൂഹം മാറിപ്പോയിട്ടുണ്ട്. ലഹരിയില്ലാതെ എന്ത് ആഘോഷം എന്ന തലത്തിൽ നമ്മുടെ കൗമാരക്കാരും യുവാക്കളും എന്തിന് കുട്ടികൾ വരെയും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിഷമകരമായ ഒരുപാട് വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ വായിച്ച വാർത്ത ഈ ലഹരിക്ക് പണം നൽകാത്തതിൻ്റെ പേരിൽ ഉപ്പയെയും ഉമ്മയെയും മൺവെട്ടി കൊണ്ട് അടിച്ച മകൻ്റെ വാർത്തയാണ്. ഇത് എത്ര അപകടമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതിനപ്പുറം നമുക്ക് സന്തോഷം നൽകുന്ന ചില ഇടങ്ങളുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഇടമാക്കി കുടുംബത്തെ മാറ്റാൻ നമുക്ക് കഴിയണം. കുടുംബനാഥന്മാരൊക്കെ ഈ പെരുന്നാൾ ദിവസത്തിൽ മക്കളെ കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി അവരുമായി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരുമായി സന്തോഷം പങ്കിട്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകി അങ്ങനെ അവരെ കുടുംബവുമായി ബന്ധിപ്പിച്ച് നിർത്തി ആ രൂപത്തിലൊരു ആഘോഷത്തെ കൊണ്ടുപോകാൻ. ഇത് മിക്കവാറും കണ്ടുവരുന്നത് നമസ്കാരം കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു, വാഹനം എടുക്കുന്നു, അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോവുകയാണ്. സന്തോഷം തേടിയാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം സന്തോഷം നൽകുന്ന ഇടമായി നമ്മുടെ കുടുംബത്തെ അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ സന്തോഷം അവർക്ക് നേടിയെടുക്കാനും കൊടുക്കാനും കഴിയുന്ന ഇടങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ മാറ്റാൻ,
ബന്ധുമിത്രാദികളെ സന്ദർശിക്കുകയും അവരുമായി സ്നേഹം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന തലത്തിലേക്ക് മക്കളെ കൂടി അതിൻ്റെ ഭാഗവാക്കാവുകയും അവരെ കൂടി ഈ സന്ദർശനങ്ങളിലൊക്കെ കൂട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ശ്രമിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ചെറിയ ലോകത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബങ്ങളിൽ നിന്ന് മാത്രം തുടങ്ങിയാലേ ലഹരി അടക്കമുള്ള ഈ വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യവും തിരിച്ചറിവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഈ മഹാവിപത്തിൽ നിന്നും നാഥൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്ന് പള്ളി ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. റമദാനിലെ കഴിഞ്ഞ ആഴ്ചകൾ എല്ലാം തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആശ്രയം ആവശ്യമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനും അവരെ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നീക്കിവെച്ചത്. എന്നാൽ ഈ ആഴ്ചത്തെ പിരിവ് മാത്രമാണ് നമ്മുടെ പള്ളിയുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി നമ്മൾ ശേഖരിക്കുന്നത്. ഒരാഴ്ച മാത്രമാണ് അതിനു വേണ്ടി നമ്മൾ കരുതി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും കാര്യമാകുന്ന വിധത്തിൽ ഈ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 സ്വതക്കകൾക്ക് ലഭിക്കാവുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അതുകൂടി എൻ്റെ നന്മയുടെ പുസ്തകത്തിൽ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളൊരു കാരക്കച്ചീള് കൊടുത്താൽ മതി, അള്ളാഹു അത് വലം കൈകൊണ്ട് സ്വീകരിച്ച് ഒരു മലയോളം നിങ്ങൾക്ക് ആക്കിത്തരും എന്നുള്ളതാണ് സ്വതക്കയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ ഹദീസ്. അതുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നത് ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കാരണം പ്രയാസപ്പെടുന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പള്ളിയുടെ പ്രസിഡൻറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ശ്വാസതടസ്സം മൂലം ജഹാസ് സാഹിബ് വലിയ പ്രയാസങ്ങൾ നേരിടുകയും അതിനെ തുടർന്ന് ഇപ്പോഴും ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൃത്യമായി തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ പ്രയാസമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവല് കൂടുതലാണ് എന്നാണ്. നമ്മൾ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അതേ വായു തന്നെയാണ് അദ്ദേഹവും ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് യാതൊരു പ്രയാസമില്ല. നമുക്ക് കൃത്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വസിക്കപ്പെടുന്നു. ഇത് അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിൽ എപ്പോൾ വേണമെങ്കിലും പരീക്ഷിക്കപ്പെടാം എന്ന ബോധ്യം നമുക്കുണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുകയും രോഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മറ്റൊരാൾ നമ്മുടെ പള്ളിയിൽ സജീവമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഷിയാസ് സാഹിബാണ്. സജീദ് സാഹിബിൻ്റെ സഹോദരൻ ഹൃദയ സംബന്ധമായ പ്രയാസങ്ങളെ തുടർന്ന് ഈ റമദാനിൽ നോമ്പ് നോക്കാൻ പോലും സാധ്യമാകാത്ത വിധത്തിൽ അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരാൾ നമ്മളോട് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഹാഷിം ബേഗിൻ്റെ സഹോദരി. അവരും പ്രയാസങ്ങളെ തുടർന്ന് രോഗത്തെ തുടർന്ന് വീട്ടിൽ ചികിത്സയിലും ഒക്കെയാണ്. അവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല രോഗം ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും ആ ക്ഷമയുടെ പ്രതിഫലം കൂടി കരസ്ഥമാക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേര് ഫലസ്തീൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ സൂചിപ്പിച്ചതാണ്. വളരെ പ്രയാസത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ എത്രയാണ് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസവും നമ്മളിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്ര സുഖത്തിലും സൗകര്യത്തിലുമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. എപ്പോൾ പ്രാർത്ഥിക്കണം? ഏറ്റവും നല്ല സമയത്ത് പ്രാർത്ഥിക്കണം.
സലാഹുദ്ദീൻ അയ്യൂബി ഫലസ്തീൻ പിടിച്ചടക്കാൻ വേണ്ടി 10,000-ഓളം വരുന്ന സൈന്യവുമായി പോകുന്ന ഒരു ചരിത്രരേഖകളിലുണ്ട്. അതിൽ പറയുന്നുണ്ട്, അവരുമായി യുദ്ധം, ബൈത്തുൽ മുഖദ്ദിസുമായി യുദ്ധം ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട അദ്ദേഹം യുദ്ധം ചെയ്യേണ്ടുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ സൈനികരുടെ ടെൻറ്റുകളിലൂടെ ഇങ്ങനെ നടന്നു നോക്കി. എല്ലാവരും ശാന്തമായി ഉറങ്ങുന്നത് കണ്ടു. അദ്ദേഹം പിറ്റേ ദിവസം യുദ്ധത്തിന് പോകേണ്ടുന്നതിന് പകരം അവരോട് പറഞ്ഞു, നമുക്ക് യുദ്ധത്തിന് പോകാൻ സമയമായിട്ടില്ല. കാരണം നിങ്ങളാരും രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നതായി ഞാൻ കണ്ടില്ല, നിങ്ങളുടെ ടെൻറ്റുകളിൽ വെളിച്ചം കണ്ടില്ല. എന്നാൽ അവരത് പതിവാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ അവർ തഹജ്ജുദ് നമസ്കരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് സലാഹുദ്ദീൻ അയ്യൂബി യുദ്ധത്തിന് പോയി പുറപ്പെട്ടതും ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയത് എന്നും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. എപ്പോൾ പ്രാർത്ഥിക്കണം? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് പറഞ്ഞ, നമ്മളോട് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ആ രാത്രിയുടെ അന്ത്യയാമത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന ആ രാത്രി നമസ്കാരത്തിൻ്റെ അതിൻ്റെ സുജൂദുകളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരന്മാർ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് വലിയ പ്രയാസത്തിൽ ഒരു നാട്ടിൽ ഇങ്ങനെ സമാധാനമില്ലാതെ കഴിഞ്ഞുകൂടുമ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം. വീടുകളിൽ നിന്ന് ഉമ്മമാർ കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ കൈകളിൽ അവരുടെ പേര് പച്ച കുത്തിയിട്ട് എൻ്റെ മകൻ്റെ മയ്യത്ത് തിരിച്ചറിയാനുള്ളതാണ് ഇത് എന്ന് അവരങ്ങനെ ആകുലപ്പെടുമ്പോൾ, നമ്മുടെ മക്കളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം, നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന ആ സന്തോഷം, ഫലസ്തീനിലെ ഉമ്മമാർക്ക് അവരുടെ മക്കളെ കാണുമ്പോൾ അവരൊന്ന് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചു വരുന്നത് കഫം പൊതിഞ്ഞ എൻ്റെ മകൻ്റെ മകളുടെ മയ്യത്താകുമോ എന്ന ആശങ്കയും ആവലാതിയും ഭയവുമാണ് അവരുടെ മനസ്സുകളെ ഭരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരുടെ മനസ്സുകൾക്ക് ശാന്തത ലഭിക്കുവാൻ, അവർക്ക് ക്ഷമ ലഭിക്കുവാൻ, അവരെ ഇങ്ങനെ കിരാതമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നടപടി ഉണ്ടാകുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ രാജ്യത്ത് സമാധാനമായി ജീവിക്കാനുള്ള, നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം നീ അവർക്ക് നൽകണമേ തമ്പുരാനെ. അവരുടെ മേൽ ഈ കിരാതഭരണം നടത്തി അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നീ നിൻ്റെ ശിക്ഷ കൊണ്ടുള്ള ഇടപെടൽ നടത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നോമ്പുകളെ നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രാത്രിയിൽ നിൻ്റെ മുന്നിൽ ഞങ്ങൾ നിർവഹിച്ച രാത്രി നമസ്കാരങ്ങൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, നിഷ്കളങ്കമായി ഞങ്ങൾ നിന്നോട് നടത്തിയിട്ടുള്ള ഇസ്തിഗ്ഫാറും തൗബയും സ്വീകരിച്ച് നാളെ പരലോകത്ത് ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെടാത്ത വിധം ഞങ്ങളുടെ പാപങ്ങളെ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ സ്വതക്കകൾ നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ അയൽവാസികൾ, അവരുടെ എല്ലാം രോഗങ്ങളെ നീ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ പാപങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാം ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ പാപങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم وفرق جمعهم ومزقهم كل ممزق.